വിദ്യാസാഗർ സാറിന്റെ പൂവേ പൂവേ പാലപ്പൂവേ നിങ്ങൾ ഇൻസ്റ്റയിൽ പാടിയിട്ടിരിക്കുന്ന രസമാണ് കേൾക്കാൻ. ഞാൻ സോണി എന്ന സിംഗറും കൂടി. അതെ 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 അതെ, അതും രസമായിരുന്നു. എനിക്കത് വീണ്ടും കേൾക്കണം താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ പാടുവോ? പിന്നെന്താ. പൂവിൻ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ പ്രണയമനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെണ്ടല്ല വെറുമൊരു മിണ്ട പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാം പൊൻകിന പന്തലിൽ നിന്നിലേ നിന്നിലിൻ കവിതയായി മാറി ഞാൻ. തേനഞ്ചും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം. ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. അതിന് ഡ്യുവറ്റായിട്ട് ഭയങ്കര ശ്വാസമുട്ടാണ്. ശരിക്കും ഷാൻ റഹ്മാനാണോ ആദ്യം പാടിക്കുന്നത് സിനിമയിൽ? ആക്ച്വലി ഫസ്റ്റ് സോങ് റെക്കോർഡ് ചെയ്യുന്നത് ഷാൻ സാറിന്റെ ആണ്. അതെ. ഇപ്പൊ തെലുങ്കിൽ ഒരുപാട് പാടുന്നുണ്ട്. അടുത്തടുത്ത് റിലീസ് ഉണ്ടാവുമല്ലേ? തെലുഗുല കുറച്ച് സോങ്സ് പാടിയിട്ടുണ്ട്. തെലുഗു പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോജക്ട്സ് ഇങ്ങനെ 2 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തൊക്കെയാണ് പതുക്കെ ഇറങ്ങുക. കാരണം വെരി ഹെവി ഇൻഡസ്ട്രി ആയതിന്റെ ഒരു ബ്ലോക്ക് ആയിരിക്കണം അത്. പക്ഷെ അത് നല്ലതല്ലേ, വൈഡർ ഓഡിയൻസ് ഉള്ള. ഓഫ് കോഴ്സ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വലിയ കാര്യമാണ് അത്. MJക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ നമ്മുടെ വിനീതിന്റെ കൂടെ, വിനീത് ശ്രീനിവാസൻ. റൈറ്റ് കുർബാനി. പാട്ട് ഏതായിരുന്നു? മാമ്പഴത്തോട്ടത്തിൽ. അത് പാടാല്ലേ? പിന്നെന്താ, ഒരു പഴയ ഒരു നാടകഗാനം പോലത്തെ ഒരു പാട്ടാണ്. സ്ഥിരം സാറിന് അങ്ങനത്തെ കുറെ സോങ്സ് ഉണ്ടല്ലോ, അതുപോലത്തെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സോങ് ആണ്. മാമ്പഴത്തോട്ടത്തിൽ പൂവമ്പനായെന്ന് വന്നതും പോയതും കണ്ടേയില്ല, കരുമാടി കണ്ണോണ്ടോരൊളി നോട്ടം തന്നിട്ട് എന്നോടെന്നാരും മിണ്ടിയില്ല, അനുരാഗം വന്നതറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു സോങ്. ഒരു ചെറിയൊരു സാധനം ഇട്ടിട്ടില്ല അതിനകത്ത്, ഇങ്ങനെ ഒരു അത് ആക്ച്വലി എല്ലാം സാറിന്റെ ഇന്നോവേഷൻ ആണ്. ഇതില് ഒരു ഇന്റർലൂഡില് ഒരു മോഹനീലാവ് തുളുമ്പിപ്പോയി തുളുമ്പിപ്പോയി സാധനം പോലെ ഒരു അതൊക്കെ സാറിന്റെ ഇന്നോവേഷൻ ആണ്. നമ്മളവിടെ ആ റെക്കോർഡ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു 1 hour സാറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അയ്യോ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അടിപൊളിയാണ്. ശരിക്കും ശ്രുതി ആരാ? ശ്രുതി ഒന്ന് പരിചയപ്പെടുത്തിയേ. എനിക്ക് ശരിക്കും ഗായികയാണെന്നുള്ള അർത്ഥത്തിലും ഇപ്പോൾ ആ ഇൻസ്റ്റയിൽ ഹമ്മിങ്ങിന് ലിറിക്സ് എഴുതുന്ന സമയത്താണ് ഞാൻ ശരിക്കും ശ്രുതിയെ ശ്രദ്ധിക്കുന്നത്. ശരിക്കും ശ്രുതി എപ്പോഴാണ് പാട്ടിലേക്ക് വന്നേ? എന്നും ഇതൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെയായിരുന്നു. പിന്നെ 2000 നമ്മളെ ലോക്ക്ഡൗൺ ഷാൻ സാറിന് വേണ്ടി പാടുന്നത് 2018 അത് കഴിഞ്ഞ് ഞാൻ ഒരു റിയാലിറ്റി ഷോ, സരിഗമപ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ടൈമിൽ ആ റീൽ ട്രെൻഡ്സ് ഒക്കെ കയറി വന്നപ്പോൾ ആണ് ഞാൻ കുറച്ചും കൂടി ആ സിനാരിയോയില് വന്നത്. അപ്പോ ഞാൻ ആർക്കിടെക്റ്റ് ആണ്. അപ്പോ ആ ഒരു വർക്ക് ചെയ്യണ ടൈമിൽ നമ്മളുടെ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ നമ്മളുടെ ഫീൽഡ് ഫുൾ വളരെ ഡൗൺ ആയ ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ റീൽസ് കണ്ട് ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ് വന്നു. പിന്നെ അതിനിടയിൽ കാഫിലെ പാട്ട് മത്സരം എന്ന് പറഞ്ഞിട്ട് കേരള ആർട്ടിസ്റ്റ് ഫ്രറ്റേണിറ്റി സ്റ്റീഫൻ ദേവസിയാണ് അത് ലീഡ് ചെയ്യുന്നത്. അവർ ഹെൽഡ് ചെയ്തൊരു കോമ്പറ്റീഷനിൽ ജഡ്ജായിരുന്നു എം ജയചന്ദ്രൻ സർ. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഞാൻ ജയിച്ചു. അപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഇടയിൽ സാർ നോട്ടീസ് ചെയ്ത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഈ സോങ് പാടാൻ വിളിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാ റീൽസ് എല്ലാം കണ്ടിട്ടാണ് കൈലാസേട്ടൻ വിളിക്കുന്നത് റെക്കോർഡിങ്സിനൊക്കെ. അങ്ങനെ പതുക്കെ ഞാൻ കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. തൃശ്ശൂരാണ് നാട്. അപ്പോൾ റീലൊക്കേറ്റ് ചെയ്തു.
പിന്നെ ഇവിടെ തന്നെയായി. അതാണ് US ഷോക്ക് പോയതാണോ? റൈറ്റ്, ഷോന് പോയതാ. ഷോസ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ? അല്ല, റെക്കോർഡിംഗ് ആണ് എൻ്റെ പ്രധാനപ്പെട്ട ഏരിയ. പക്ഷെ ഞാൻ സ്ലോലി കുറച്ചും ഷോസിലും ലൈവിലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ നല്ലോണം ഉള്ളൊരു ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നമ്മള് ത്രൂ എക്സ്പീരിയൻസ് അത് ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ് സത്യം. അതെ, സ്റ്റേജിലൊക്കെ തകർക്കുന്ന ഡെപ്സിയായിട്ടൊക്കെ 2-3 പാട്ടുകൾ പാടാൻ കിട്ടിയില്ലേ? ആന്നേ സോങ് ഡെപ്സിയായിട്ട്. റൈറ്റ്, ആന്നേന്ന് പറഞ്ഞൊരു സോങ്. അതെ, അത് അഗെയിൻ കൈലാസേട്ടൻ തന്നെയാണ് അതിന്റെ മ്യൂസിക്. ലിറ്റിൽ ഹാർട്സ് എന്ന മൂവിയില് അതിന്റെ ഒരു പ്രൊമോഷൻ സോങ് ആണ് അത് ആക്ച്വലി. അതെ, പക്ഷെ സോങ് നല്ലോണം കേറിയിരുന്നു. അതെ, ഇനി അതടുത്ത് അതും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പെരിമെന്റൽ ടോണില് ചെയ്താണ്. ഒരു എന്നോട് ഒരു വിഷ്വലിൽ ഒരു വയസ്സായ ഒരു സ്ത്രീ പാടുന്ന ഒരു സംഭവം വിഷ്വലൈസ് ചെയ്ത് പാടാൻ പറഞ്ഞതാണത്. കതിരവനുയരുന്നേ കരയതു പുൽകുന്നുണ്ടേ, കളിചെറി മാറാതെ കനവതുമായാതെ ഞാനും നീയും നമ്മൾ തമ്മിൽ തേടി നടന്നൊരു കാലമില്ലേ, കാറ്റു കൊട്ടണ മേളമൊത്തൊരു ചോട് വെക്കണതാരാന്നേ, നെഞ്ചുടുക്കിൽ താളമിട്ടൊരു പാട്ട് പാടണതാരാന്നേ. കതിരവനുയരുന്നേ കരയതു പുൽകുന്നേ, അക്കരെ ഇക്കരെ ആമല ഈ മലയേറി നടക്കണതാരാന്നേ, പാതിര തിങ്കള് ചൂട്ടു തെളിക്കുമ്പോ താരകൾ എണ്ണണതാരാന്നേ. അങ്ങനെ ഒരു വിയേർഡ് ടോണില് പാടി നോക്കാൻ അങ്ങനെ പാടിയത്. അത് ഫൈനൽ ആവുമെന്ന് വിചാരിച്ച് പാടിയതല്ല. ഇത് പാടുന്ന സമയത്ത് ഞാൻ സിത്താരയെ ഓർത്തോണ്ടിരുന്നത്. സിത്താര വേറെ വേറെ ശബ്ദത്തിൽ പാടുന്നതിൽ എടുത്ത ആളാണ്. പിന്നെ തീർച്ചയായും സിത്താര ചേച്ചിയുടെ വേഴ്സിറ്റാലിറ്റി വെരി നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. വേറെ വേറെ ഏരിയയിൽ പോയി പാടും. നമ്മുടെ ശ്വേത രായനിൽ പാടിയ പാട്ടില്ലേ, അത് ഇൻസ്റ്റയിൽ പാടിയിട്ടിരിക്കുന്ന കണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് പാടാന്ന്. നീ இருக்கனையே ஓல கொட்டாயா, சும்மா நடக்கறியே தவள கொட்டாயா, வச்சால என்னோடைய மனசு தொட்டாயா, அலை கால்வா போல சாப்பிட்டு போயா, மஜவா இருக்கறியே பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா, மஜவா இருக்கறியே பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா, சோஜாவா படுத்துக்கவே ஓமடையில சாஞ்சி, சும்மா வாட்டாமா இருக்கிறையோ வாட்டர் பாக்கெட்டு மூஞ்சி, ஏ காஞ்ச மிளக போல நான் இருக்கிறேன்னு காஞ்சி, என் மனசு உசுப்பறியே நீ மீன போலாஞ்சி, நீ மீன போலாஞ்சி, நீ மீன போலாஞ்சி, நீ மீன போலாஞ்சி, நீ மீன போலாஞ்சி. ഈ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരോ പാട്ട് പാടിച്ചെങ്കിലും സ്വന്തം പാട്ടുകൾ പാടാതെ വിടില്ല കേട്ടോ. ആ പുഷ്പവിമാനത്തിലെ പാട്ടില്ലേ, സോറി അതിന്റെ പേര് അങ്ങനെ തന്നെയല്ലേ, പുഷ്പവിമാനം. മൂവിയുടെ പേര് പുഷ്പക വിമാനം. അതില് ഹിഷാമും കൂടെ രാഹുൽ സാർ ആണ് എന്റെ മ്യൂസിക് ചെയ്തത്. അതിലൊരു സോങ് അത് പാടാം. ലോല വിരലാ നീലാവെഴുതേ ഭാവുകം ഏതു നിനവോ തലോടും നിദാനമേ ആഴിത്തിരമാല അകമാകെ നിറയേ ഞാനിന്നൊലഞ്ഞിടും മല നീ എന്നുടൽ തൊടും നില തമ്മിൽ ചേരും നീതാവോളമേ. അങ്ങനെ ഒരു ഹൈ മെയിൽ ഫീമെയിൽ ഗിവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് സോങ്. പുതിയ പരിപാടികൾ എന്തൊക്കെയാ, ഏതൊക്കെ റിലീസ് ആവാനുള്ളത്? ലേറ്റസ്റ്റ് ആയി വരാൻ പോകുന്നത് നാരായണിയുടെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞൊരു ശരൺ വേണുഗോപാൽ എന്ന ഒരാളാണ് എൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ആൻഡ് ജോജു ജോർജ്, അങ്ങനെ ഒരു ലൈനപ്പാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാഹുൽ സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിലാണ് എൻ്റെ ഫസ്റ്റ് ഒരു സോളോ വരാൻ പോകുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ട് പാടിയൊരു സോങ് ആണ്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പം ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ പരിപാടി. പുഷ്പ 2 പാട്ട്, അതിലെ ഒരു സൂസേക്കി എന്ന് പറഞ്ഞൊരു സോങ്ങിൻ്റെ ഒരു റീലിട്ടിട്ട് ശ്രേയ മാം കമൻറ്റ് ചെയ്ത് ഒരു റീലുണ്ട്. അതിൽ ആ സോങ് പാടാം.
ఓ గొప్ప గొప్ప ఇనాములనే ఇచ్చి వేసే నవాబు, నన్ను మాత్రం చిన్ని చిన్ని ముత్తులడిగే గరీబు. ఓ పెద్ద పెద్ద పనులు పెట్టే చక్కబెట్టే మగాడు, వాది చొక్క ఎక్కడుందో వెతకమంటాడు చూడు. బయటికి వెళ్ళి ఎందరందరినో ఎదిరించేటి దొరగారు, నేనే తనకి ఎదురలకుండా బయటికి వెళ్ళు శ్రీవారు. సూసేకి అగిరవ మదిరే ఉంటాడే నా సమే, ఎట్టాంటి మంచి మొగడుంటే പിള്ളൈനാ മഹാറാണി. ഈ ഒരു റൺ പാടിയത് എൻ്റെ ഒരു റീല് അത് കണ്ടിട്ട് ഇതിൽ ശ്രേയ മാം അത് കാരണം അത് ഇതിനേക്കാളും എനിക്ക് ഒരു സ്കെയിൽ കൂടി മുകളിലാണ് തോന്നുന്നു അവർ പാടിക്കുന്നത്. അങ്ങനെ ആ സാധനം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനം പാടുന്നൊരു ഇതായിരുന്നു. അത് കുറച്ചൊക്കെ വൈറലായിരുന്നു ആ സമയത്ത്. നന്നായി. എന്തായാലും ഇടയ്ക്ക് ചിത്ര ചേച്ചിയുടെ ഒരു ചലഞ്ച് അതേപോലെ ഉണ്ട്. ഞാൻ അധികം അങ്ങനെ ചാലഞ്ചിങ് സോങ്സ് പാടി കഷ്ടപ്പെടുന്ന ഒരു ആളല്ല. ശ്വേത അശോക് എപ്പോഴും കുറെ ഇങ്ങനെ ചാലഞ്ചസ് പാടിയിരുന്ന, അതൊരു ഭീകര ജീവിയാണ്. പക്ഷെ എന്നാലും ആളുടെ ചില റീൽസ് കാണുമ്പോ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്തതാണ് അത്. അതെ അതെ. അപ്പൊ ചിത്ര ചേച്ചിയുടെ ചലഞ്ച് കൂടെ കാണിക്കുന്നില്ലേ? ശിവദമൃത നടന ധിരന തില്ലാന ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം. എനിക്ക് നല്ല സന്തോഷവും നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടും. പക്ഷെ ഇത് പാടി സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ആക്ച്വലി ഇത് മോഹൻ സിത്താര സാറ് കണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാപ്ഷനാണ് എനിക്ക് ഭയങ്കര അതായത് ഈ ഒരു ഹമ്മിങ് കാരണം ചിത്ര ചേച്ചി ഇത് ലൈവില് പാടാറില്ല. ഒരു സിംഗർ അതെടുത്ത് പാടിയത് കണ്ടപ്പോ സന്തോഷം, ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഈ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ഹാപ്പി ഇതുണ്ട്. പൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. കൂടുതൽ തെലുങ്കും തമിഴും ഹിന്ദിയും ഒക്കെ വന്നു ചേരട്ടെ. മലയാളത്തിലും കുറെ നല്ല പാട്ടുകൾ പാടാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.